الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അൽ ഉസൂലു സലാസ എന്ന ഗ്രന്ഥത്തിലൂടെ ഒരു വിശ്വാസി നിർബന്ധമായും പഠിക്കുകയും അറിയുകയും അമല് ചെയ്യുകയും ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില അടിസ്ഥാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇതിൽ ഒന്നാമത്തെ അസുല് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തു തുടങ്ങിയത്. ഏതാണ് 3 അസുലുകൾ? ഓരോ മനുഷ്യരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട 3 അസുലുകൾ, അടിസ്ഥാനങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചാൽ, ഒരടിമ അവൻ്റെ റബ്ബിനെ അറിയണം, അതേപോലെ അവൻ്റെ ദീനിനെയും നിയോഗിക്കപ്പെട്ടതായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും അറിയണം. ഇതാണ് പറഞ്ഞത്. ആരാണ് റബ്ബ് എന്ന് നിന്നോട് ചോദിക്കുകയാണെങ്കിൽ, അള്ളാഹുവാണ് എൻ്റെ റബ്ബ്, അവനാണ് എന്നെയും ലോകങ്ങളെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ, അതുകൊണ്ട് അവൻ മാത്രമാണ് ഇബാദത്തിന് അർഹതയുള്ളവൻ. ഇത് വരെയാണ് നമ്മൾ കഴിഞ്ഞ. അതിനുള്ള തെളിവ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ളതാണ്. റബ്ബ് അള്ളാഹുവാണ് എന്നുള്ളതിനും അതേപോലെ തന്നെ ആ റബ്ബിന് മാത്രമേ ഇബാദത്ത് പാടുള്ളൂ എന്നുള്ളതിനും തെളിവ് തന്നെയാണ് എന്ത്? ഈ ആയത്ത്. ഈ ആയത്തിൽ തൗഹീദിന്റെ 3 ഇനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതിനുശേഷം മുസന്നിഫ് റഹിമഹുല്ലാ പറയുകയാണ്, ഫഇദാ ഖീല ലക ബിമാ അറഫ്ത റബ്ബക്. ഇനി നിന്നോട് ചോദിക്കപ്പെട്ടാൽ, എന്തുകൊണ്ടാണ് നിന്റെ റബ്ബിനെ നീ അറിയുക, എങ്ങനെയാണ് റബ്ബിനെ അറിയാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ, ഫഖുൽ, അപ്പോൾ നീ പറയുക, ബി ആയാതിഹി വ മഖ്ലൂഖാതി, അള്ളാഹുവിൻ്റെ ആയാത്തുകൾ കൊണ്ട്, ദൃഷ്ടാന്തങ്ങൾ കൊണ്ട്, വ മഖ്ലൂഖാതിഹി, അവൻ്റെ സൃഷ്ടികളെ കൊണ്ട് നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവനെ തിരിച്ചറിയാൻ സാധിക്കും. വമിൻ ആയാതിഹി അല്ലൈലു വന്നഹാർ, അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് രാവും പകലും. അതേപോലെ തന്നെ വശംസു വൽ ഖമർ, സൂര്യനും ചന്ദ്രനും. വമിൻ മഖ്ലൂഖാതിഹി, അവൻ്റെ സൃഷ്ടികളിൽപ്പെട്ടതാണ് അസ്സമാവാതു സബ്ഉ, 7 ആകാശങ്ങൾ. വൽ അർദൂന സബ്ഉ, 7 ഭൂമികൾ. വമൻ ഫീഹിന്ന വമാ ബൈനഹുമ, 7 ആകാശങ്ങളിലും 7 ഭൂമിയിലുമുള്ളതായ വസ്തുക്കൾ, അതേപോലെ അതിൻ്റെ ഇടയിലുള്ളതായ കാര്യങ്ങളും. ഇതെല്ലാം അള്ളാഹുവിൻ്റെ മഖ്ലൂഖാത്തുകളിൽ പെട്ടതാണ്. ഇവിടെ മുസന്നിഫ് റഹിമഹുല്ലാ ചില شرع المؤلف في ذكر مجموعة من الآيات الكونية والمخلوقات
അല്ലത്തി തദുല്ലു അലാ വജൂദില്ലാ. അള്ളാഹു ഉണ്ട്, റബ്ബ് ഉണ്ട്, അവൻ്റെ അസ്തിത്വം അറിയിക്കുന്ന, അതിലേക്ക് തെളിവായിക്കൊണ്ട് പ്രാപഞ്ചികമായ ചില ദൃഷ്ടാന്തങ്ങളെ, ചില തെളിവുകളെ വിവരിക്കുകയാണ് ഇവിടെ മുസന്നിഫ് റഹ്മഹുല്ലാ. അള്ളാഹു ഉണ്ട് എന്നുള്ളതിലേക്ക് അറിയിക്കുന്ന. അതേപോലെ തന്നെ വല്ലത്തി തുസ്ബിതു അന്നഹു ലാ റബ്ബ വലാ ഖാലിഖ വലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. അതേപോലെ റബ്ബായിക്കൊണ്ട്, സൃഷ്ടാവായി, അതേപോലെ തന്നെ ആരാധ്യനായിക്കൊണ്ട് അള്ളാഹു അല്ലാതെ മറ്റാരും തന്നെ ഇല്ല എന്നതിനെ സ്ഥാപിക്കുന്നതായ ചില തെളിവുകളാണ് പറയുന്നത്. വസാഖ അലൈഹ അൽ അദില്ല മിനൽ ഖുർആനി കമാ ഹിയ മദ്കൂറത്തുൻ ഫിൽ മത്തിൻ. ഇവിടെ ചില മത്തിനിൽ പറയപ്പെടാൻ പോകുന്നത് പോലെ ചില ഖുർആനിൻ്റെ ആയാത്തുകളാണ് മുസന്നിഫ് റഹ്മഹുല്ലാ കൊണ്ടുവരുന്നത്. അപ്പോൾ അള്ളാഹു ഉണ്ട് എന്നുള്ളതിലേക്ക് അറിയിക്കുന്ന എന്ത് കാര്യമാണ്? ഒന്ന് അവൻ്റെ ആയാത്തുകളാണ്, മറ്റൊന്ന് അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എന്നാണ് മുസന്നിഫ് റഹ്മഹുല്ലാ പറഞ്ഞത്. എന്താണ് അതിനുള്ള തെളിവ്? വദ്ദലീലു ഖൗലുഹു തആല, അതിനുള്ള തെളിവ് അള്ളാഹുവിൻ്റെ ആയത്താണ്. വമിൻ ആയാതിഹി അല്ലൈലു വന്നഹാർ, അവൻ്റെ ആയാത്തിൽപ്പെട്ടതാണ് രാവും പകലും. വശംസു വൽ ഖമർ, അതേപോലെ സൂര്യനും ചന്ദ്രനും. ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ, നിങ്ങൾ സൂര്യനോ ചന്ദ്രനോ സുജൂദ് ചെയ്യരുത്. വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുന്ന ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടത് അള്ളാഹുവിനായിരിക്കണം. വസ്ജുദൂ ലില്ലാഹ്, അള്ളാഹുവിന് നിങ്ങൾ സുജൂദ് ചെയ്യണം. അല്ലദീ ഖലഖഹുന്ന, ഇവകളെ സൃഷ്ടിച്ചവനായ അള്ളാഹു, രാവും പകലും അതേപോലെ തന്നെ സൂര്യനും ചന്ദ്രനും സൃഷ്ടിച്ചതായ അള്ളാഹുവിനാണ് നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടത്. ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, അവനെയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത് എങ്കിൽ. മറ്റൊരായത്തും അതിന് തെളിവായിട്ട് കൊണ്ടുവരികയാണ്. അള്ളാഹു പറയുന്നു, ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, നിങ്ങളുടെ റബ്ബ് അള്ളാഹു ആകുന്നു. എങ്ങനെയുള്ള അള്ളാഹുവാണ്? അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങൾ സൃഷ്ടിച്ചു, അവൻ ഭൂമിയെ സൃഷ്ടിച്ചവനാണ്. ഫീ സിത്തത്തി അയ്യാമിൻ, 6 ദിവസങ്ങളിലായിക്കൊണ്ട്. സുമ്മ സ്തവാ അലൽ അർശി, എന്നിട്ട് അവൻ അർശിന് മേലെയായിരിക്കുന്നു, അർശിൽ ഇസ്തിവാ ചെയ്തിരിക്കുന്നു, അർശിന് മേലെ ഉയർന്നിരിക്കുന്നു. യുഗ്ഷിൽ ലൈലൻ നഹാർ, അവൻ രാത്രിയെ കൊണ്ട് പകലിനെ മൂടുന്നു. യത്ലുബുഹു ഹസീസൻ, രാവ് പകലിനെ അതിവേഗം പിന്തുടരുകയാണ്, തേടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് പോകുമ്പോൾ മറ്റൊന്ന് വരുന്ന രീതിയിൽ, ഒന്ന് മറ്റൊന്നിനെ പിന്തുടരുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു? മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ വശംസ വൽ ഖമറ, അവൻ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചവനാണ്. വന്നുജൂമ, നക്ഷത്രങ്ങളെയും. മുസഖറാത്തിൻ ബി അംരി, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ടവരായ നിലയിലാണ് ഇവകളേക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? സൃഷ്ടിച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ വ്യക്തമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ചലിക്കുന്നവകളായ നിലയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ സൃഷ്ടികളെയെല്ലാം അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അലാ ലഹുൽ ഖൽഖു വൽ അംർ, നിങ്ങൾ അറിയണം അള്ളാഹുവിനുള്ളതാണ് സൃഷ്ടിപ്പിനുള്ള അധികാരവും അതേപോലെ വിധികർത്തൃത്വാധികാരവും അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്. കൽപ്പനയ്ക്കുള്ള അധികാരവും അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, ഇങ്ങനെ ലോകങ്ങൾ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്നതായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അനുഗ്രഹീതനായിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് ഒരു ദലീൽ കൂടി മുസന്നിഫ് കൊണ്ടുവരുന്നുണ്ട്. വറബ്ബു ഹുവൽ മഅബൂദ്. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിലേക്ക് അറിയിക്കുന്ന ചില തെളിവുകളാണ് പറയുന്നത്, അവൻ്റെ ആയാത്തുകളും മഖ്ലൂക്കാത്തുകളും. എന്നിട്ട് പറയുന്നത് വറബ്ബു ഹുവൽ മഅബൂദു, റബ്ബാകണം മഅബൂദ്. റബ്ബാകുന്നു എന്ത്? യഥാർത്ഥത്തിലുള്ള ആരാധ്യൻ ഈ പറയുന്ന റബ്ബാണ്, സൃഷ്ടാവും ഉടമസ്ഥനുമായ റബ്ബാണ്. ആ റബ്ബിന് മാത്രമേ എന്ത് പാടുള്ളൂ? ഇബാദത്ത് പാടുള്ളൂ. അവൻ മാത്രമായിരിക്കണം മഅബൂദ്. അതിനെന്താണ് തെളിവ്? അതിനുള്ള തെളിവ് പരിശുദ്ധ ഖുർആനാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് മാത്രം എന്ത് ചെയ്യണം? ഇബാദത്ത് ചെയ്യണം. ഇബാദത്ത് ചെയ്യൂ എന്നുള്ള കൽപ്പന ഇവിടെ വന്നാലും അതിൻ്റെ വിവക്ഷ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം എന്നുള്ള അർത്ഥം അതിനുണ്ട് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ പോലുള്ള മുഫസ്സിറുകൾ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയുള്ള റബ്ബാണ്? അല്ലദീ ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചവനാണ്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻഗാമികളെയും. എന്തിനാണ് നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പറയുന്നത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്.
എന്നിട്ട് വീണ്ടും ആ റബ്ബിന്റെ ഗുണങ്ങൾ പറയുകയാണ്. അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാഷ, അവൻ ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി നൽകിയവനാണ്. ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കുക എന്ന് പറഞ്ഞാൽ താമസയോഗ്യമാക്കി തന്നവൻ. ജീവിക്കാൻ ഉതകുന്ന രീതിയിൽ ഭൂമിയെ അവൻ നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുകയാണ്? സംവിധാനിച്ച് നൽകിയിരിക്കുകയാണ്. ഭൂമിയെ തൊട്ടിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ചില സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനെ നിങ്ങൾക്ക് വിരിച്ചു നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഭൂമി നിങ്ങൾക്ക് കൃഷി ചെയ്യാനും വീടുകൾ നിർമ്മിക്കാനും നിങ്ങൾക്ക് സഞ്ചരിക്കാനുമെല്ലാം ഉതകുന്ന രീതിയിലാണ് അതിനെന്ത് ചെയ്തിരിക്കുന്നത്? അതിനെ സംവിധാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതേപോലെ വസ്സമാ ബിനാഅ, ആകാശത്തെ നിങ്ങൾക്കൊരു എടുപ്പുമാക്കി നൽകിയിരിക്കുന്നു. വഅൻസല മിനസ് സമാഇ മാഅ, എന്നിട്ട് ആകാശത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളം വർഷിച്ചു. ഫഅഖ്റജ ബിഹി, എന്നിട്ട് ആ വെള്ളം മുഖേന അവൻ പുറത്തു കൊണ്ടുവന്നു മിനസ് സമറാത്തി, വ്യത്യസ്തങ്ങളായ ഫലങ്ങളിൽ നിന്ന്, റിസ്ഖൻ ലക്കും, നിങ്ങൾക്ക് റിസ്ഖായിക്കൊണ്ട് എന്ത് ചെയ്തു? വ്യത്യസ്ത ഫലങ്ങൾ, പഴങ്ങൾ അവൻ നിങ്ങൾക്ക് പുറപ്പെടുവിച്ച് നൽകുന്നു ഈ വെള്ളം മുഖേന. അതുകൊണ്ട് ഫലാ തജ്അലൂ ലില്ലാഹി അന്ദാദ, നിങ്ങൾ ആ അള്ളാഹുവിന് നിദ്ദുകളെ ഉണ്ടാക്കരുത്, സമന്മാരെ സങ്കല്പിക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരായിരിക്കെ. അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളുടെ പൂർവികരെ സൃഷ്ടിച്ചത്, നിങ്ങൾക്ക് ഭൂമിയെ വാസയോഗ്യമാക്കി നൽകിയത്, അതേപോലെ തന്നെ മഴ വർഷിക്കുന്നത്, റിസ്ക് നൽകുന്നത് ഭൂമിയിൽ നിന്നും ആകാശത്ത് നിന്നുമല്ല, റിസ്ക് നൽകുന്നതല്ല അള്ളാഹുവാണ് നിങ്ങൾക്കറിയാം. എന്നിരിക്കെ നിങ്ങൾ എന്ത് ചെയ്യരുത്? അള്ളാഹുവിന് നിദ്ദുകളെ ഉണ്ടാക്കാൻ പാടില്ല. നിദ്ദുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ ആദ്യം പറഞ്ഞ് നിങ്ങൾ റബ്ബിന് മാത്രം ഇബാദത്ത് ചെയ്യണമെന്നാണ്. അപ്പൊ റബ്ബല്ലാത്ത മറ്റുള്ള ആളുകൾക്ക് ഇബാദത്ത് ചെയ്യരുത്. അത് അള്ളാഹുവിന് എന്ത് ചെയ്യലാണ്? പകരക്കാരെ സമന്മാരെ ഉണ്ടാക്കുന്നത് പോലെയാണ്. നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത് ആർക്ക് മാത്രമായിരിക്കണം? ആ റബ്ബിന് മാത്രമായിരിക്കണം. ഇത് വളരെ വ്യക്തമായി അള്ളാഹു പഠിപ്പിക്കുകയാണ്. റബ്ബാണ് ഇബാദത്തിന് അർഹതയുള്ളവൻ, അവൻ മാത്രമാണ്. ഖാല ഇബ്നു കസീർ റഹിമഹുല്ല, ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു കസീർ റഹിമഹുല്ല പറഞ്ഞു, അൽ ഖാലിഖു ലിഹാദിഹിൽ അഷ്യാഇ ഹുവൽ മുസ്തഹിഖു ലിൽ ഇബാദ, ഈ വസ്തുക്കൾ മുഴുവനും സൃഷ്ടിച്ചവൻ ആരാണോ അവനാണ് ഇബാദത്തിന് അർഹതയുള്ളവൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ റബ്ബ് മാത്രമായിരിക്കും ഇബാദത്തിന് അർഹതയുള്ളവൻ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു ആരാണെന്ന്, റബ്ബ് ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ തിരിച്ചറിയേണ്ടത് എങ്ങനെയാണ്? അവന്റെ ആയാത്തുകളിലൂടെയാണ്, മഖ്ലൂഖാത്തുകളിലൂടെയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മുസന്നിഫ് റഹ്മഹുല്ല സംസാരിക്കുന്നത്. അള്ളാഹുവുമായുള്ള ഈമാനില്, ഈമാൻ കാര്യത്തിൽ ഒന്നാമത്തെ കാര്യമാണ് അൽ ഈമാനു ബില്ലാഹ്. ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അള്ളാഹു ഉണ്ട് എന്നുള്ളതായ വിശ്വാസം മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് ഈ പറയുന്ന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്ത് നിരന്തരം വിശ്വാസികളെ കൊണ്ട് അള്ളാഹു പറയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിഷയത്തിൽ വസ്വാസുകൾ ധാരാളം ഉണ്ടാക്കിയേക്കാം, ഷൈത്വാൻ പിശാച് ആ വിഷയത്തിൽ ഇടപെട്ടേക്കാം. അതുകൊണ്ട് നിരന്തരം അതുപോലുള്ള ആയാത്തുകൾ പഠിക്കുക, അതിൻ്റെ ഉള്ളിലുള്ളതായ രഹസ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക, അതിൻ്റെ വിശദീകരണങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കുക. ഇത് ഹൃദയത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലൂടെയും അതേപോലെ തന്നെ ആയാത്തുകളിലൂടെയും അള്ളാഹുവിനെ തിരിച്ചറിയാം എന്നാണ് മുസന്നിഫ് റഹിമഹുല്ല പറഞ്ഞത്. ഇത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ആയാത്തുകളെ വേറെയും അതേപോലെ തന്നെ മഖ്ലൂഖാത്തുകളെ വേറെയുമായിട്ട് എന്തിരിക്കുകയാണ്? എണ്ണിയിരിക്കുകയാണ്. രണ്ടും എന്ത് തന്നെയാണ്? അള്ളാഹുവിൻ്റെ മഖ്ലൂക്കുകൾ തന്നെയാണ്. അള്ളാഹുവിൻ്റെ ആയാത്തുകൾ എന്ന് പറഞ്ഞാലും എന്താണ്? അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ഇവിടെ ഒമിൻ ആയാത്തിഹി അല്ലൈലു വന്നഹാർ എന്നാ പറഞ്ഞത്. അവൻ്റെ ആയാത്തുകളിൽ പെട്ടതാണ് രാവും പകലും, അതേപോലെ സൂര്യനും ചന്ദ്രനും. അവൻ്റെ മഖ്ലൂഖാത്തുകളിൽ പെട്ടതാണ് ഏഴാകാശങ്ങളും ഭൂമികളും എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? അതിനെ വിശദീകരിക്കുന്നിടത്ത് ഷെയ്ഖ് ഹൈസം സർഹാൻ ഹഫിളഹുല്ല പറഞ്ഞു, ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ആയത്തിനെയും മഖ്ലൂഖിനെയും എന്തിരിക്കുകയാണ്? രണ്ടായിട്ട് എണ്ണിയിരിക്കുകയാണ്. കാരണം ലി അന്നൽ ആയത്ത് തതഗയ്യർ, ആയത്ത് ദൃഷ്ടാന്തം എന്ന് പറയുന്നത് എന്താണ്? അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. നിശ്ചലമായ അവസ്ഥയിലുള്ളതല്ല, പിന്നെന്ത് ചെയ്യും? ചലിച്ചുകൊണ്ടേയിരിക്കും. മിസ്ലുൽ ലൈലി വന്നഹാർ, രാവും പകലും പോലെ. വല്ലദീ യതഗയ്യറു യകൂനു ഫീഹി ഖുവ്വത്തു ദലീലിൻ അനില്ലദീ ലാ യതഗയ്യർ, ചലിച്ചുകൊണ്ടിരിക്കുന്ന, മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിൽ നിന്നുണ്ടാകും. മാറ്റങ്ങളില്ലാത്തതായ വസ്തുക്കളെക്കാൾ കൂടുതൽ
ശക്തമായ ദലീൽ എന്തുണ്ടാവും, ഇവിടെ ഉണ്ടാവും. ചലിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നവകളിൽ ഉണ്ടാകും എന്നുള്ളതിനാലാണ് ആയത്തിനെ ഒന്ന് വേറെയും അതേപോലെ തന്നെ മഖ്ലൂക്കുകളെ വേറെയുമായിട്ട് എന്ത് ചെയ്തത് മുസന്നിഫ് റഹ്മഹുള്ള എന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും രാപ്പകലുകളും പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ദൃഷ്ടാന്തത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ സൂര്യനും ചന്ദ്രനെ സംബന്ധിച്ചും പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് ഏറ്റവും ചെറിയ സൃഷ്ടിയാണെങ്കിലും അതിലെന്തുണ്ടാവും, അള്ളാഹുവിനെ കണ്ടെത്താനുള്ള ദൃഷ്ടാന്തങ്ങളുണ്ട്, അള്ളാഹുവിനെ കണ്ടെത്താനുള്ള ദലീലുകൾ എന്നിട്ട് അതിലുണ്ട്. അതുകൊണ്ടാണ് മുസന്നിഫ് പറഞ്ഞത് അവൻ്റെ ആയാത്തിലൂടെയും അതേപോലെ തന്നെ മഖ്ലൂഖാത്തുകളിലൂടെയും എന്ത് ചെയ്യാൻ പറ്റും, സാമാന്യ ബോധമുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട്, ഉടമസ്ഥനുണ്ട്, അതിനെ പരിപാലിക്കുന്നവനുണ്ട് എന്ന് കണ്ടെത്താൻ സാധിക്കും. ഏത് ബുദ്ധി നിലവാരത്തിലുള്ളവർക്കും പറ്റും, ഏത് സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്കും പറ്റും. അതിനെന്ത് ചെയ്യേണ്ടതില്ല, വലിയ ഗവേഷണത്തിൻ്റെയോ പഠനത്തിൻ്റെയോ ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷെ ഇത് പലപ്പോഴും എന്ത് ചെയ്യും, ഇച്ഛകളുടെ പ്രേരണ കൊണ്ട് അതേപോലെ തന്നെ ഷൈത്വാനിൻ്റെ പ്രേരണകൾ കൊണ്ട് പല പല വിശ്വാസങ്ങൾ എന്ത് ചെയ്യും ആളുകളുടെ ഹൃദയത്തിൽ വരാം. അതുകൊണ്ടാണ് ഖുർആൻ പല സ്ഥലങ്ങളിൽ ഇതിൻ്റെ ആയാത്തുകളെ കുറിച്ച് ചിന്തിക്കാൻ പറയണത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ ആലോചിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് നിരന്തരം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും എന്ത് ചെയ്യും, അതിനെക്കുറിച്ചുള്ള ഓർമ്മ നഷ്ടപ്പെടലാണ് പൊതുവുണ്ടാകുക. എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ സാധാരണ നമ്മൾ മലയാളത്തിൽ ചൊല്ലുണ്ടല്ലോ, മുറ്റത്തെ പൂവിന് എന്താ മണമില്ല, മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ. എന്നും നമ്മൾ അനുഭവിക്കുന്നതിനെ കുറിച്ച് പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതാണ്. രാവും പകലും മാറി മാറി വരുന്നതിന് വലിയ ദൃഷ്ടാന്തമാണ്, അത് കൃത്യമാണ്, അതിനെന്തില്ല ഏറ്റക്കുറച്ചിലുകളില്ല. അതുപോലെ തന്നെ ഭൂമിയുടെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും എല്ലാം ചലനങ്ങളും അതിൻ്റെ ദൂരവും എല്ലാം വളരെ കൃത്യമാണ്. ഇതിൽ വലിയ ദൃഷ്ടാന്തങ്ങൾ ഉണ്ട്. അപ്പൊ ഏറ്റവും ചെറിയ ഒരു സൃഷ്ടിയാകട്ടെ അള്ളാഹുവിൻ്റെ, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത സൃഷ്ടികളാണെങ്കിൽ പോലും മനുഷ്യൻ നിർമ്മിച്ചുണ്ടാക്കിയ ഏറ്റവും അത്യാധുനികമായ സാങ്കേതിക വിദ്യകളെക്കാൾ എന്തായിരിക്കും, അത് മികച്ചതായിരിക്കും. അത്രയ്ക്കും പെർഫെക്ഷൻ ഉള്ളതായിരിക്കും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ്. അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, മനുഷ്യൻ നിർമ്മിക്കുന്ന ഏത് കാര്യത്തിനും ധാരാളം പോരായ്മകളുണ്ടാവും. പക്ഷെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് അള്ളാഹുവിലേക്ക് എത്തിക്കുന്നതാണ്. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാനും ഇത് വേണ്ടിയിട്ടാണ് നിരന്തരം അള്ളാഹു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് അതുപോലുള്ള ആയാത്തുകൾ എന്ത് ചെയ്യണം, കൂടുതൽ പഠിക്കണം. ഉലമാക്കൾ പറയുന്നത് കാണാം, തൗഹീദും അതേപോലെ തന്നെ മറ്റും പഠിക്കുന്ന ആളുകൾ മക്കയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ആയാത്തുകൾ എന്ത് ചെയ്യട്ടെ, കൂടുതൽ പഠിക്കട്ടെ, അതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ. ആ ആയാത്തുകൾ മറ്റുള്ള ആളുകൾക്ക് ദഅവത്ത് ചെയ്യുമ്പോൾ അതിനെന്ത് ചെയ്യട്ടെ, ഉപയോഗപ്പെടുത്തട്ടെ. പരിശുദ്ധ ഖുർആൻ ധാരാളം മക്കയിൽ അവതരിപ്പിച്ച ആയാത്തുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഊന്നി പറയുന്നുണ്ട്. ഈമാൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച കഥ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഹദീസുകളിൽ കാണാം. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു തൂറിൽ ആയാത്ത് പാരായണം ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യണത്, ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം അതാണ്. മഗ്രിബ് നമസ്കരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യാണ്. അതിൽ എന്താണ്, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ എന്നുള്ളതായ ആയത്ത്. അതായത് ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട്, ഇത് എങ്ങനെ ഉത്ഭവിച്ചു എന്നുള്ളതിന് മൂന്നാലൊരു ഉത്തരേ ഉള്ളൂ. അതാണ് അള്ളാഹുവോട് പറയണത്. അള്ളാഹ് ചോദിക്കുകയാണ്, അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ, അവർ ഒന്നുമല്ലാത്തതിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടായതാണോ, സൃഷ്ടിക്കപ്പെട്ടതാണോ? ഒരു സൃഷ്ടാവില്ലാതെ തനിയെ സ്വാഭാവികമായി ഉണ്ടാക്കപ്പെട്ട സൃഷ്ടിയാണ്, തനിയെ ഉണ്ടായതാണ് എന്നാണോ അവരതിനെ കുറിച്ച് പറയണത്? ആർക്കും പറയാൻ സാധിക്കൂല. ഇത്ര കൃത്യമായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലുള്ള വ്യവസ്ഥ ഇത് സ്വാഭാവികമായിട്ട് തനിയുണ്ടായതാണ് എന്ന് പറയുക എന്നുള്ളത് എന്തല്ല, സാമാന്യ ബുദ്ധിയുള്ളവർക്ക് സാധിക്കുന്ന കാര്യമല്ല. അല്ലെങ്കിൽ അംഹുമുൽ ഖാലിഖൂൻ, അതല്ല അവർ തന്നെയാണോ സൃഷ്ടിച്ചത്? ആർക്കാ പറയാൻ സാധിക്കുക? ഞാനാണ് എന്നെ സൃഷ്ടിച്ചതെന്ന് പറയാൻ പറ്റുമോ? എൻ്റെ സംസാരിക്കാനുള്ള കഴിവ്, എൻ്റെ കാഴ്ച, എൻ്റെ കേൾവി, എൻ്റെ ഹൃദയത്തിലുള്ള പ്രവർത്തനങ്ങൾ, ശരീരത്തിൽ ആന്തരികവും ബാഹ്യവുമായ സൂക്ഷ്മങ്ങളായ ഓരോ തന്നെ പല പല പഠനങ്ങളിലും മനുഷ്യൻ്റെ ശരീരത്തിലെ പൂർണ്ണമായ അവയവങ്ങളെക്കുറിച്ച് അവർ എന്ത് ചെയ്തിട്ടില്ല, പഠനം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ അടുത്തൊരു ഇതിലെന്ത് ചെയ്തു, ഒരു പ്രത്യേകമായ അവയവം പുതുതായിട്ട് കണ്ടെത്തി എന്ന് പറയണു, ശരീര ആന്തരികമായ അവയവം. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങളെക്കുറിച്ച് തന്നെ പൂർണ്ണമായ ബോധ്യമില്ല.
അപ്പോൾ ഇതിനെ ഞാനാണ് സൃഷ്ടിച്ചത് എങ്ങനെ പറയും? അല്ലെങ്കിൽ എൻ്റെ ഉമ്മയാണ് എന്നെ സൃഷ്ടിച്ചതെന്ന് പറയാൻ പറ്റുമോ? അവർക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ജ്ഞാനമുണ്ടോ? ഒന്നുമില്ല. അവരാണോ അതിനെ സൃഷ്ടിച്ചതെന്ന് ചോദിക്കുകയാണ്. തനിയെ ഉണ്ടായതാണോ, അതല്ല അവർ തന്നെയാണോ അതിനെ സൃഷ്ടിച്ചത്? ഇപ്പൊ രണ്ട് ഓപ്ഷനും എന്തല്ല, ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പറയാൻ പറ്റുന്ന മറുപടിയല്ല. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർദ് ബൽ ലാ യുഖിനൂൻ. അവരെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നില്ല, യഖീനോടെ വിശ്വസിക്കുന്നില്ല എന്ന് അള്ളാഹു പറയാണ്. അപ്പോൾ പിന്നെ ഒരു ഓപ്ഷനുള്ള അള്ളാഹു സൃഷ്ടിച്ചു എന്നുള്ളത് തന്നെയാണ്. സർവജ്ഞനായ, എല്ലാത്തിനും കഴിവുള്ളവനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ സൃഷ്ടിച്ചു എന്നുള്ളത് തന്നെയാണ് എന്തുള്ളൂ അതിന് ഉള്ള മറുപടി. ഇവിടെ മുസന്നിഫ് റഹ്മഹുല്ലാ ഈ ആയാത്തുകളെയും മഖ്ലൂഖാത്തുകളിലൂടെയും അള്ളാഹുവിലേക്ക് എത്താമെന്ന് പറയുകയാണ്. പിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന സൂറത്തുൽ ബഖറയിലെ ആയത്ത്, ആ ആയത്ത് വളരെ പ്രധാനപ്പെട്ട ആയത്താണ്. പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ വിളി, അഭിസംബോധന, ധാരാളം അഭിസംബോധനകൾ ഖുർആനിലുണ്ട്. മനുഷ്യരെ എന്ന് വിളിക്കുന്ന അഭിസംബോധനയുണ്ട്, വിശ്വാസികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം വിളിക്കുന്ന അഭിസംബോധനയുണ്ട്. ഇങ്ങനെയുള്ള വിളികളിൽ ഒന്നാമത്തെ വിളിയാണ് ഖുർആൻ ഫാത്തിഹ മുതൽ ഇങ്ങനെ ഓതി വരുമ്പോൾ യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒന്നാമത്തെ വിളിയാണെന്ത് ഈ ആയത്ത്. മാത്രമല്ല വഫീഹ അവ്വലു ഫിഅലി അംരിൻ ഫിൽ ഖുർആനി, ഖുർആനിൽ ഇങ്ങനെ ഫാത്തിഹ മുതൽ പാരായണം ചെയ്ത് വരുമ്പോൾ നമ്മൾ കാണുന്ന ഒന്നാമത്തെ കൽപ്പനാക്രിയയും ഇത് തന്നെയാണ്, ഈ ആയത്തിലാണ്. ഉഅ്ബുദൂ എന്നുള്ളതായ കൽപ്പന, നിങ്ങൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യൂ എന്നുള്ളതാണ് ഒന്നാമത്തെ കൽപ്പനയായിട്ട് ഖുർആനിൽ നമുക്ക് കാണുന്നത്. വഹീദു. അതേപോലെ തന്നെ ഇതിലെന്തുണ്ട്, ഒന്നാമത്തെ നിരോധനവുമുണ്ട്. ധാരാളം കൽപ്പനകളുണ്ട്, ആ കൽപ്പനകളിൽ ഒന്നാമത്തെ കൽപ്പന ഇതാണ്. ധാരാളം നിരോധനങ്ങളുണ്ട്, അവകളിൽ ഒന്നാമത്തെ നിരോധനവും ഈ ആയത്തിലാണ്. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ. അപ്പോൾ ഷിർക്കിനെ നിരോധിക്കുകയാണ്. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ, നിങ്ങൾ അള്ളാഹുവിന് നിദ്ദുകളെ ഉണ്ടാക്കരുത്. ഷിർക്കിനെയാണ് അള്ളാഹു നിരോധിക്കുന്നതായിട്ട് കാണുന്നത്. ഇനി അതിനുശേഷം ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹതയുള്ള ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹ് മാത്രമേ ഉള്ളൂ. റബ്ബിന് മാത്രമേ ഇബാദത്ത് പാടുള്ളൂ. അപ്പോൾ എന്താണ് ഇബാദത്ത്? ഇബാദാത്തുകളുടെ ഇനങ്ങൾ ഏതെല്ലാമാണ്? അള്ളാഹുവിനെ അർപ്പിക്കേണ്ട ഇബാദാത്തുകൾ ഏതാണ് എന്നാണ് അതിനുശേഷം മുസന്നിഫ് റഹ്മഹുല്ലാ സംസാരിക്കുന്നത്. ചില ഇബാദാത്തുകളുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട, ശരീരവുമായി ബന്ധപ്പെട്ട ചില ഇബാദാത്തുകളുടെ എന്ത് ചെയ്യാണ്, ഉദാഹരണങ്ങൾ മുസന്നിഫ് റഹ്മഹുല്ലാ അവിടെ കൊണ്ടുവരികയാണ്. അൻവാഉൽ ഇബാദത്തില്ലത്തി അമറല്ലാഹു ബിഹാ, അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന ഇബാദാത്തുകളുടെ ഇനങ്ങൾ ഏതുപോലെ? മിസ്ലുൽ ഇസ്ലാമി വൽ ഈമാനി വൽ ഇഹ്സാൻ, അള്ളാഹുവിന് ഒരാൾ അർപ്പിക്കുന്ന ഇബാദാത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് ഈ മൂന്നെണ്ണം, ഇസ്ലാമും ഈമാനും ഇഹ്സാനുമാണ്. ഇവകളെ പോലെ പിന്നെ ചില ഉദാഹരണങ്ങൾ പറയുകയാണ്. ഒരാൾ ചെയ്യുന്ന ഇബാദാത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകൾ ഏതാണ്? ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ, ഈ മൂന്ന് കാര്യങ്ങളാണ്. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ചില ഇബാദാത്തുകളെ മാത്രം എണ്ണി പറയാണ്. അപ്പോൾ ഇവിടെ ഇബാദാത്തുകൾ ധാരാളമുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് ഒരു ഗ്രന്ഥം തന്നെ ഈ വിഷയത്തിൽ രചിച്ചിട്ടുണ്ട്, അൽ ഉബൂദിയ്യ. അതിൽ വളരെ വിശാലമായിട്ട് എന്ത് ചെയ്യുന്നു, ഇബാദാത്തുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ ഇബാദാത്തുകളുടെ വളരെ ചെറിയ ഒരു പാർട്ട് എന്ത് ചെയ്യാണ്, ചർച്ച ചെയ്യാണ്. ഇത് ഇവിടെ പറയാൻ പോകുന്ന ഇബാദാത്തുകൾ കൊണ്ടുവരാനുള്ള കാരണം ചില ഉലമാക്കൾ പറയുന്നുണ്ട്. അതായത് ഇബാദത്ത് അല്ലാഹുവിന് മാത്രമേ പാടുള്ളൂ, ഇത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ഇബാദാത്തുകളിൽ പലതും എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ സമർപ്പിക്കുന്ന ചില കാര്യങ്ങൾ അത് ഇബാദത്താണ് എന്നുള്ളതിനുള്ള തെളിവും അത് അള്ളാഹുവിന് മാത്രം പാടുള്ളതാണ് എന്നുള്ളതിനുള്ളതായ തെളിവ് എന്ത് ചെയ്യാണ്, അത് സമർപ്പിക്കാനാണ് എന്ത് ചെയ്യണത്, മുസന്നിഫ് ഇത് കൊണ്ടുവരുന്നത്. കാരണം ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ഇബാദാത്തുകൾ വളരെ വ്യാപകമായി കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി. ഈ ശേഷം പറയപ്പെടാൻ പോകുന്ന ഇബാദാത്തുകൾ, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഇബാദാത്തുകൾ ഉദാഹരണമായിട്ട് ഇവിടെ കൊണ്ടുവരുന്നത്. ഇബാദാത്തുകൾ എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെടുന്നതിൽ പരിമിതമല്ല,
ധാരാളക്കണക്കിന് ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ട്, അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന ഏത് കാര്യവും എന്താണ്? ഇബാദത്താണ്. അല്ലെങ്കിൽ അള്ളാഹു ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് ഇന്ന പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അത് ഇബാദത്താണ്. അപ്പൊ അങ്ങനെയുള്ള ഇബാദത്തുകളിൽ ചില ഉദാഹരണങ്ങൾ പറയാണ്. അൻവാഉൽ ഇബാദത്തില്ലത്തി അമറല്ലാഹു ബിഹ, അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നതായ ഇബാദത്തുകളുടെ ഇനങ്ങളാകുന്നത്. മിസ്ലുൽ ഇസ്ലാമി വൽ ഈമാനി വൽ ഇഹ്സാൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇസ്ലാമും ഈമാനും ഇഹ്സാനും പോലുള്ളത്. വമിൻഹു, ആ ഇബാദത്തുകളിൽ പെട്ടതാണ് അദ്ദുആഉ. ഒന്നെന്താണ്? അദ്ദുആ വൽ ഖൗഫ്, ഭയം, വർ റജാ, പ്രതീക്ഷ, വത്തവക്കുൽ, ഭരമേൽപ്പിക്കൽ, വർ റഗ്ബത്തു, ആഗ്രഹം, വർ റഹ്ബത്തു, ഭയം, അതേപോലെ തന്നെ വൽ ഖുശൂ, ഭയഭക്തി, വൽ ഖശിയ. ഇതിൻ്റെ എല്ലാം മലയാളത്തിൽ ചിലപ്പോൾ ഒരേ അർത്ഥമായിരിക്കും വരുന്നത്, പക്ഷേ ഓരോന്നിനും എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യസ്തങ്ങളായ നിർവചനങ്ങൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഖുശൂഉം ഖശിയത്തും എല്ലാം വേറെ വേറെയാണ്. ശേഷം ഓരോന്നിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. വൽ ഇനാബ, പശ്ചാത്തപിച്ചു മടങ്ങൽ, വൽ ഇസ്തിആന, സഹായതേട്ടം, വൽ ഇസ്തിആദ, അഭയതേട്ടം, വൽ ഇസ്തിഗാസ, ആത്യന്തികമായ പ്രയാസങ്ങൾ ഉണ്ടാകും, ആത്യന്തിക ഘട്ടത്തിൽ ഉള്ള സഹായതേട്ടം, വദ്ദബഹ്, ബലിയർപ്പണം, വന്നദ്റു, നേർച്ച, വഗൈറു ദാലിക മിൻ അൻവാഇൽ ഇബാദ, ഇതല്ലാത്തതുമായ മറ്റുള്ള ഇബാദത്തുകളും. അല്ലത്തി അമറ അല്ലാഹു ബിഹ, ഇങ്ങനെയുള്ളതാണ്, ഇതിനെല്ലാം അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നതാണ്. ഇവകളെല്ലാം കുല്ലുഹാ ലില്ലാഹി തആല, ഇവകളെല്ലാം തന്നെ അള്ളാഹുവിന് മാത്രം എന്താണ്? അവകാശപ്പെട്ടതാണ്. ഈ ഇബാദത്തുകൾ അഖിലവും അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. വദ്ദലീലു ഖൗലുഹു തആല, ഇതിന് ഉള്ള ദലീൽ എന്താണ്? ഈ ഇബാദത്തുകളെല്ലാം അള്ളാഹുവിന് മാത്രമേ കൊടുക്കാവൂ എന്നുള്ളതിനുള്ള ദലീല് വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. അപ്പോൾ ഇവിടെ ധാരാളം ഇബാദത്തുകളുടെ എണ്ണം പറഞ്ഞു. അതിൽ ഒന്നാമത് പറഞ്ഞ ദുആ ആണ്, പ്രാർത്ഥന എന്നുള്ളതാണ്. അതുകൊണ്ട് മുസന്നിഫ് പറയുകയാണ്, ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. തെളിവെന്താ? വഅന്നൽ മസാജിദ ലില്ലാഹ്, നിശ്ചയമായും മസ്ജിദുകൾ അള്ളാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ, അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യാൻ പാടില്ല. മഅല്ലാഹി, അള്ളാഹുവിനോട് കൂടെ, അഹദൻ, ആരോടും എന്ത് ചെയ്യാൻ പാടില്ല? ദുആ ചെയ്യാൻ പാടില്ല. അള്ളാഹുവിനോട് കൂടെ ആരോടും നിങ്ങൾ ദുആ ചെയ്യാൻ പാടില്ല. അപ്പോൾ ദുആ ചെയ്യേണ്ടത് ആരോട് മാത്രമായിരിക്കണം? അള്ളാഹുവിനോട് മാത്രമായിരിക്കണം എന്നുള്ളതാണ്. ഫമൻ സ്വറഫ മിൻഹാ ഷൈഅൻ ലിഗൈരില്ല, ഈ പറയുന്ന ഇബാദത്തുകളുടെ ഏതെങ്കിലും ഒരു ഇനം അള്ളാഹു അല്ലാത്തവർക്കിലേക്ക് ആരെങ്കിലും തിരിച്ചു വിട്ടാൽ, അള്ളാഹു അല്ലാത്ത വേറെ ആർക്കെങ്കിലും എന്ത് ചെയ്തു? ഒരാൾ ദുആ ചെയ്തു, അല്ലെങ്കിൽ പേടിച്ചു, അറുത്തു, പ്രതീക്ഷ വച്ചു, ഇങ്ങനെ ഏതെങ്കിലും ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്താൽ അത് എങ്ങനെയാണ് ശിർക്കാകുന്നത്, ഇബാദത്തായി മാറുന്നത് എന്ത് ചെയ്യും? ശേഷം വിശദീകരിക്കും. അങ്ങനെ ചെയ്താൽ ഫഹു മുശ്രിക്കുൻ കാഫിറുൻ, അവൻ മുശ്രിക്കും കാഫിറുമായിരിക്കും. വദ്ദലീലു ഖൗലുഹു തആല, എന്താണ് അതിനുള്ള തെളിവ്? അള്ളാഹു പറഞ്ഞു, വമൻ യദ്ഉ, ആരെങ്കിലും ദുആ ചെയ്താൽ, മഅല്ലാഹി, അള്ളാഹുവിനോട് കൂടെ, ഇലാഹൻ, വേറൊരു ആരാധ്യനെ, അള്ളാഹുവിനോട് കൂടെ വേറെ ആർക്കെങ്കിലും ഒരാൾ എന്ത് ചെയ്തു? ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധിക്കപ്പെടുന്നതിനാണ് എന്തെന്ന് പറയണേ. ഇലാഹ് എന്ന് പറഞ്ഞാൽ ഏത് വസ്തുക്കളെ ഇബാദത്ത് ചെയ്യപ്പെടുന്നുണ്ടോ അതിനാണെന്ന് പറയുക. ഇബാദത്തിന്റെ ഇനങ്ങൾ ഏതെങ്കിലും ആളുകൾ അതിന് ഇലാഹ് എന്ന് പറയും. അൽ ഇലാഹാണ് ആര്? അള്ളാഹു. യഥാർത്ഥത്തിലുള്ള ഇലാഹ് അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹുവിനോട് കൂടെ വേറെ ഏതെങ്കിലും ഇലാഹിന്, വേറെ ആർക്കെങ്കിലും ആരെങ്കിലും എന്ത് ചെയ്താൽ എന്നർത്ഥം? ദുആ ചെയ്താൽ, ലാ ബുർഹാന ലഹു ബി, അതിനവനക്ക് യാതൊരു തെളിവുമില്ല, അങ്ങനെ ദുആ ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചിട്ടില്ല. ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബി, അവന്റെ ഹിസാബ്, വിചാരണ അള്ളാഹു അവന്റെ റബ്ബിന്റെ അടുക്കലാണ്. ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, അതാണ് കുഫർ സംഭവിക്കുന്നുള്ളതിന് തെളിവ്. അങ്ങനെയുള്ള കുഫാറുകൾക്ക് അള്ളാഹു ചെയ്യില്ല, അവരെ അള്ളാഹു വിജയിപ്പിക്കുകയില്ല, അവർ പരാജയപ്പെടും. ആരെ? അള്ളാഹു അല്ലാത്ത ആളുകളോട് ദുആ ചെയ്യുന്നവരെ കാഫിറുകളാണെന്ന് എഴുതിയിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുകയാണ്. അതുപോലെ പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഹദീസിൽ കാണാം, വഫിൽ ഹദീസ് അദ്ദുആഉ മുഖുൽ ഇബാദ. അതിന് ചില വ്യത്യസ്തങ്ങളായ റിവായത്തുകളുണ്ട്. സ്വഹീഹായി വന്ന റിവായത്ത് പ്രകാരം അദ്ദുആഉ ഹുവൽ ഇബാദ എന്നാണ്. ദുആ തന്നെയാകുന്നു എന്ത്? ഇബാദത്ത്. ദുആ തന്നെയാകുന്നു ഇബാദത്ത് എന്നുള്ളതാണ്. ദുആ ഇബാദത്താണ് എന്നുള്ളതിന് എന്താണ് തെളിവ്? മറ്റൊരായത്ത് കാണാം, അള്ളാഹു പറയുന്നു, വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം, അസ്തജിബ് ലക്കും, ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് മറുപടി നൽകും. നിങ്ങൾ എന്നോട് ദുആ ചെയ്തോ, ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഖുർആനിൽ ധാരാളം സ്ഥലങ്ങൾ അള്ളാഹു ഇത് പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകും. അള്ളാഹുവിന്റെ ശത്രു ഇബ്ലീസ് വരെയും ദുആ ചെയ്തപ്പോൾ അള്ളാഹു ചെയ്തിട്ടുണ്ട്, ഉത്തരം കൊടുത്തിട്ടുണ്ട്.
വ്യത്യസ്തങ്ങളായ ഉദാഹരണങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. കുഫാറുകൾ വരെയും അള്ളാഹുവിനോട് മാത്രം വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അള്ളാഹു ഉത്തരം കൊടുക്കും എന്നുള്ള വ്യത്യസ്തങ്ങളായ തെളിവുണ്ട്. എന്നിട്ടും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യുന്നു? അള്ളാഹു അല്ലാത്തവരുടെ മുന്നിൽ കാര്യങ്ങൾ അർപ്പിക്കുക എന്നുള്ള വളരെ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. ഇവിടെ അള്ളാഹ് പറയുന്നത് ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നോട് നിങ്ങൾ ദുആ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, എന്നിട്ട് പറയണത് എനിക്ക് ദുആ ചെയ്യുന്നതിനെ തൊട്ട് അഹങ്കരിക്കുന്നവർ എന്നല്ല പറയണത്. പിന്നെയോ എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിനെ തൊട്ട് അഹങ്കരിക്കുന്നവർ, അതായത് എനിക്ക് ഇബാദത്ത് ചെയ്യാത്തവർ എന്ന് പറഞ്ഞാൽ എന്നോട് ദുആ ചെയ്യാത്തവർ എന്നർത്ഥം. അപ്പൊ ഈ ദുആ എന്നുള്ളത് എന്താണെന്ന് മനസ്സിലായി? ഇബാദത്താണ് എന്ന് മനസ്സിലായി. സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദ്യരായി കൊണ്ടെന്ത് ചെയ്യും? നരകത്തിൽ പ്രവേശിക്കും എന്ന് അള്ളാഹു പറയണം. അതുകൊണ്ടാണ് ഹദീസുകളിൽ കാണാം, ആരാണോ എന്നോട് ദുആ ചെയ്യാത്തവൻ അവനോട് അള്ളാഹു കോപിക്കുന്നതാണ്. ദുആ ചെയ്യാത്തവരോട് അള്ളാഹ്ക്ക് ദേഷ്യമാണ്, കോപമാണെന്നാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ അള്ളാഹു പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പൊ ദുആ ഇബാദത്താണെന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഇബാദാത്തുകളുടെ ഇനങ്ങളിൽ നിന്ന് മുസന്നിഫ് റഹിമഹുല്ലാഹ് ഇവിടെ കൊണ്ടുവരുന്നത് അദ്ദുആ, പ്രാർത്ഥനയാണ്, ദുആയാണ്. ദുആ രണ്ട് ഇനമുണ്ട്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഷാരിഹ് ഷെയ്ഖ് ഹൈസം സർഹാൻ ഹഫിദഹുല്ലാഹ് പറയാണ്, ദുആ രണ്ട് ഇനമാണുള്ളത്. ഒന്ന് ദുആ ഇബാദത്തുണ്ട്, ദുആ മസ്അലയുണ്ട്. ദുആ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഹുവ ദുആഉൻ ബിലിസാനിൽ ഹാൽ. ദുആഉൻ ബിലിസാനിൽ ഹാൽ എന്ന് പറഞ്ഞാൽ ഒരാൾ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനെ അവൻ്റെ അവസ്ഥയെ പരിഗണിച്ചുകൊണ്ടുള്ള ദുആയാണ്. അവൻ ഒരു ഇബാദത്ത് ചെയ്യുന്നു. നമസ്കാരത്തിന് ശേഷം ഇപ്പോൾ അവൻ 33 പ്രാവശ്യം എന്ത് ചെയ്യുന്നു? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ പറയുന്നു. ഇത് എന്താണ്? ദിക്റാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്രാർത്ഥനയുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇതാരെങ്കിലും കൃത്യമായി ചെയ്യുകയാണെങ്കിൽ അവൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അപ്പോൾ പാപങ്ങൾ പൊറുക്കപ്പെടുക എന്നുള്ളതായ ഒരു ലക്ഷ്യം, അവൻ്റെ ഒരു തേട്ടം അവൻ്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് ഒരു ദുആയാണ്. ഒരാൾ നമസ്കരിക്കുന്നു, 5 നേരം കൃത്യമായി നമസ്കരിക്കുന്നവർക്ക് അവരുടെ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് ഹദീസുകളിൽ കാണാം. അതൊരു പ്രാർത്ഥനയാണ്. നാവ് കൊണ്ട് നേരിട്ട് ചോദിക്കുന്നില്ല എങ്കിൽ പോലും എന്താണ്? പ്രാർത്ഥനയാണ്. ഒരാൾ സക്കാത്ത് കൊടുക്കുന്നു, അതെന്താണ്? ഈ പറയുന്ന ദുആ ഇബാദയാണ്, അതൊരു പ്രാർത്ഥനയാണ്. ഒരാൾ ഹജ്ജ് ചെയ്യുന്നു, അതേപോലെ തന്നെ നോമ്പെടുക്കുന്നു, ഇതെല്ലാം തന്നെ എന്താണ്? ദുആ ഇബാദത്താണ്. കസ്വലാത്തി വസ്സിയാമി വൽ ഹജ്ജ്, ഇതാണ് ദുആഇന്റെ ഒരിനം. ഇങ്ങനെയുള്ള ഇബാദാത്തുകൾ അള്ളാഹു അല്ലാത്തവർക്ക് ആരെങ്കിലും അർപ്പിച്ചാൽ അത് ഷിർക്കുൻ അക്ബറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറാണ്, ഷിർക്കാണ് എന്നുള്ളതിൽ എന്തില്ല, തർക്കം വേണ്ട. അത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു കാര്യമാണ്, അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. ദുആ ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്താൽ പിന്നെ എന്തില്ല, ഇസ്ലാമിനൊരു സ്ഥാനമില്ല, ഇസ്ലാമിന് പുറത്താണ്. ഇനി രണ്ടാമത്തെ ഇനം ദുആ മസ്അലയാണ്. ദുആ മസ്അല എന്ന് പറഞ്ഞാൽ ഹുവ ദുആഉം ബിലിസാനിൽ മഖാൽ, നാവ് കൊണ്ട് ആവശ്യപ്പെടുന്ന തേട്ടങ്ങളാണ്. ഏതുപോലെ അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ അർഹംനി, അല്ലാഹു എനിക്ക് നീ പുറത്തു തരണമേ, എന്നോട് നീ കരുണ കാണിക്കണമേ എന്നെന്ത് ചെയ്യുന്നു? നാവ് കൊണ്ട് ചോദിക്കുന്നു അള്ളാഹുവിനോട്, എനിക്ക് പുറത്തുതാ, അല്ലെങ്കിൽ എനിക്ക് സ്വർഗം താ, നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്ത് എന്ന് തുടങ്ങി നാവ് കൊണ്ട് ഒരാൾ നേരിട്ട് അള്ളാഹുവിനോട് കാര്യങ്ങൾ അപേക്ഷിക്കുകയാണ്. ഇതിനാണ് എന്ത് പറയണേ? ദുആ മസ്അല എന്ന് പറയണത്. ഈ ദുആ മസ്അല അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്താൽ ഇത് രണ്ട് കിസ്മുണ്ട്. ദുആ മസ്അല രണ്ട് ഇനമുണ്ട്. ഇതിൻ്റെ രണ്ട് ഇനങ്ങളിൽ ഒന്ന്, അതായത് ഇങ്ങനെയുള്ള തേട്ടം രണ്ട് വിഭാഗമായിട്ട് ഉലമാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ് ആണ്, അള്ളാഹുവിന് മാത്രം സാധിക്കുന്ന കാര്യങ്ങൾ, അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും സാധിക്കാത്ത കാര്യങ്ങൾ. അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. ഇത് ആരോട് മാത്രമേ ചോദിക്കാവൂ? അള്ളാഹുവിന് മാത്രമേ ചോദിക്കാവൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് ആരെങ്കിലും തിരിച്ചുവിട്ടാൽ അത് ഷിർക്കുൻ അക്ബറാണ്, വലിയ ഷിർക്ക് അതിൽ സംഭവിക്കും. അള്ളാഹുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ടതാണ്. അതിലും വേറെ പ്രത്യേകിച്ച് എന്തില്ല, അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. അള്ളാഹു എന്താണ്, അള്ളാഹുവിനോട് മാത്രം കൊടുക്കേണ്ടതാണ്. അള്ളാഹു അല്ലാത്തവരോട് കൊടുത്താൽ എന്താവും? അത് ഷിർക്ക് സംഭവിക്കും. രണ്ടാമത്തെ ഇനം ഫീമാ യഖ്ദിറു അലൈഹിൽ അബ്ദ്, അടിമക്ക് ചെയ്യാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങളുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉള്ളതായ തേട്ടം, ഇത് എന്താണ്, അള്ളാഹു അല്ലാത്തവരോട് നടത്തുന്നത് ചില നിബന്ധനകളോട് എന്ത് ചെയ്യാവും? അനുവദനീയമാകും. അങ്ങനെയുള്ള ആവശ്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട്
ചോദിക്കാം. പക്ഷെ എന്തുണ്ട്, ചില നിബന്ധനകളുണ്ട്. അങ്ങനെ അതിലുള്ള നിബന്ധന ഒന്നാമത്തേതാണ് അയ്യക്കൂനൽ മദ്ഉ ഹയ്യൻ, അങ്ങനെ തേടപ്പെടുന്ന പ്രാർത്ഥിക്കപ്പെടുന്നവൻ ജീവിച്ചിരിക്കുന്ന ആളായിരിക്കണം. അപ്പോൾ ആ ഒരു നിബന്ധന വയ്ക്കുമ്പോൾ ഖറജ ബിഹാദൽ ഖൈദ് അൽ മയ്യിത്ത്, മയ്യത്തിനോട് എന്ത് ചെയ്യാൻ പറ്റൂല, ചോദിക്കാൻ പറ്റൂല. ജീവിച്ചിരിക്കുന്നവനോട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ നിബന്ധന അയ്യക്കൂനൽ മദ്ഉ ഹാളിറൻ, അവൻ നമ്മുടെ പരിധിയിലുള്ള ആളായിരിക്കണം, ഹാളിറായിരിക്കണം. നിഗൂഢമായ ഏതെങ്കിലും ശക്തിയാൽ കഴിവിനാൽ എന്ത് ചെയ്യുന്നു, ഉത്തരം നൽകുന്നയാളാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാന്നിധ്യത്തിൽ ഇല്ലാത്തതായ ആളുകളെ ഇങ്ങനെ കണ്ണടച്ചിരുന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. അവിടെ സാന്നിധ്യത്തിലില്ല എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ മുന്നിലില്ല എന്നുള്ളത് മാത്രമല്ല, ചില മുന്നിലുണ്ടാകും. പക്ഷേ എന്താണ്, ഇവന് ആ ഒരു എന്തുണ്ട്, അബൗദികമായ ഏതെങ്കിലും കഴിവുണ്ട്, അത് മുഖേന എന്നെ സഹായിക്കും എന്നുള്ള അർത്ഥത്തിൽ അവനെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അവനോട്, അവനതിന് പെടും. അപ്പോൾ ഹാളിറായിരിക്കണം. അങ്ങനെയുള്ള സൃഷ്ടികൾക്ക് കഴിവുന്ന അവരുടെ പരിധിയിൽപ്പെട്ടതായ കാര്യങ്ങൾ അവരോട് ചോദിക്കുന്നതിന് അനുവദനീയമാണ്. എപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളോടാണെങ്കിൽ, അതേപോലെ തന്നെ മുന്നിൽ ഹാളിറായ ആളോടാണെങ്കിൽ. മൂന്നാമത്തെ നിബന്ധന അയ്യക്കൂനൽ മദ്ഉ ഖാദിറൻ, അദ്ദേഹത്തിന് അത് ചെയ്തു തരാൻ സാധിക്കുന്ന ആളായിരിക്കണം. അത് അദ്ദേഹത്തിന്റെ പരിധിയിൽപ്പെട്ട കാര്യമായിരിക്കും. എന്നാലാണ് അവനോട് അത് എന്ത് ചെയ്യുക, ചോദിക്കുക. അപ്പോൾ അശക്തനായ, അതിന് സാധിക്കാത്ത ഒരാളോട് അത് ചോദിക്കാൻ പാടില്ല. മറ്റൊന്ന് അയ്യഅ്തഖിദ അന്നൽ മദ്ഉവ മുജറദു സബബിൻ ലാ മുഅസ്സിറുൻ ബിദാതി, വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. അവൻ അടിയുറച്ച് വിശ്വസിക്കണം, ഈ ദുആ ചെയ്യപ്പെടുന്നവൻ, ഇങ്ങനെ ഈ തേടപ്പെടുന്നവൻ അത് കേവലം ഒരു സബബ് മാത്രമാണ്. അവനെന്തില്ല, സ്വയം ഒരു തഅ്സീർ ഉണ്ടാക്കാനുള്ള കഴിവില്ല. അവൻ സ്വയമായിട്ട് കാര്യം ചെയ്തു തരുന്നതിനല്ല, അവനെന്ത് ചെയ്യും, അവനൊരു സബബ് മാത്രമാണ്. അള്ളാഹുവാണ് മുഖേന എന്ത് ചെയ്യണത്. അപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മുന്നിലുള്ള കഴിവുള്ള ഒരാളോട് നമ്മളൊരു കാര്യം ആവശ്യപ്പെടുകയാണ്, ഒരു ഡോക്ടറോട് ഒരു കാര്യം നമ്മൾ തേടുവാണ്. അപ്പോൾ അത് കേവലം സബബ് മാത്രമാണ്. ഇങ്ങനെയുള്ള സബബിന്റെ പ്രത്യേകത, ഈ സബബുമായിട്ട് നമ്മുടെ ഹൃദയം ബന്ധപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. സബബുമായിട്ട് എന്തിനേ ബന്ധമുള്ളൂ, നമ്മുടെ ബാഹ്യമായ അവയവങ്ങൾക്ക് അതുമായിട്ട് ബന്ധമുള്ളൂ. സബബുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഹൃദയം കണക്ട് ചെയ്യാൻ പാടില്ല. ഹൃദയം കണക്ട് ചെയ്യേണ്ടത് ആരുമായിട്ടായിരിക്കണം, കാര്യങ്ങളുടെ നിയന്ത്രണം ആരുടെ കയ്യിലാണോ അവൻ അള്ളാഹുമായിട്ടായിരിക്കണം ഹൃദയം ബന്ധപ്പെടുക. അള്ളാഹുവിൽ തവക്കലാക്കണം. തവക്കൽ എന്ന് പറയുന്ന ഹൃദയത്തിന്റെ ഭാഗത്താണ്. അള്ളാഹുവിൽ കാര്യങ്ങൾ ഏൽപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ചില കാരണങ്ങളുണ്ട് നമുക്ക് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്, അതുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാം. പക്ഷെ അതൊരു കാരണം മാത്രമാണെന്ന് എന്ത് ചെയ്യണം, വിശ്വസിച്ചുകൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. എന്നിട്ട് ഷാരിഹ് പറയാണ്, അമ്മ ഇനി അത്തഖദ, ഇനി ഒരാൾ വിശ്വസിക്കുന്നു, അന്ന ലിഹാദൽ മദ്ഉവി തസറുഫൻ ഖഫിയൻ, ഇങ്ങനെ തേടപ്പെടുന്ന ആൾക്ക് ഒരു ഖഫിയായ, ഒരു നിഗൂഢമായ, ഗോപ്യമായ ഒരു തസറുഫ്, കൈകാര്യകർത്തൃത്വമുണ്ട് ഫിൽ കൗനി, പ്രപഞ്ചത്തിൽ. അവൻ വിചാരിച്ചാൽ എന്ത് ചെയ്യും, അവന്റെ നിഗൂഢമായ ചില ശക്തികളിലൂടെ കാര്യങ്ങൾ നടത്താനുള്ള കഴിവ് അവനുണ്ട്. വബിയദിഹി ജൽബുൽ മനാഫിഅ വദഫഉൽ മദാർ, അവന്റെ കൈകളിലൂടെയാണ് നേട്ടങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ ദോഷങ്ങൾ തടുക്കപ്പെടുക എന്നിവൻ വിശ്വസിക്കുകയാണ്. ഫഹദ ശിർക്കുൻ, അതെന്താണ്, ശിർക്കായി മാറും. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഷാരിഹ് ഒരു നിരീക്ഷണമായിട്ട് താഴെ നൽകുന്നത് ഇങ്ങനെയാണ്, നഹ്നു നദ്റുസുൽ ഹുക്മ അലൽ ഫിഅൽ, ഈ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ആ പ്രവൃത്തിയുടെ ഹുക്കുമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഒരാൾ എന്ത് ചെയ്തു, ഈ പറയുന്ന രീതിയിൽ അല്ലാതെ എന്ത് ചെയ്യുന്നു, തസറുഫ്, ഒരു ഖഫിയായ തസറുഫ് ഉണ്ട് എന്ന് കരുതിയിട്ട് ഒരാൾക്ക് അവരോട് ദുആ ചെയ്യുകയാണ്, അല്ലെങ്കിൽ മരിച്ചിരിക്കുന്ന ഒരാളോട് എന്ത് ചെയ്യുന്നു, ദുആ ചെയ്യുന്നു. ഇത് നമ്മൾ കാണുകയാണ്. ആ കാണുന്ന പ്രവൃത്തി എന്താണ്, അതിൻ്റെ ഹുക്കുമാണ് ഇപ്പോൾ പറഞ്ഞത്. എന്താണ്, ശിർക്കാണ്. അങ്ങനെ ഒരാളോട് എന്ത് ചെയ്യാൻ പാടില്ല, മരിച്ച ഒരാളോട് ദുആ ചെയ്യാൻ പാടില്ല, തേടാൻ പാടില്ല. എന്നാൽ അമ്മൽ ഹുക്മു അലൽ ഫാഇലി, ഇത് പ്രവർത്തിക്കുന്ന ആളുടെ വിധി, ഫയഹ്താജു ഇലാ ഇഖാമത്തിൽ ഹുജ്ജ വൻതിഫാഇ ശുബ്ഹ, അവിടെ ആ വിധി പറയണമെങ്കിൽ അവിടെ ഹുജ്ജത്ത് സ്ഥാപിക്കപ്പെടണം, അതേപോലെ തന്നെ അവന്റെ ശുബ്ഹത്തുകൾ നീക്കപ്പെടണം, ആശയക്കുഴപ്പങ്ങൾ എന്ത് ചെയ്യപ്പെടണം, ഇല്ലാതെയാക്കപ്പെടണം. അവൻ ഇത് ചെയ്യുന്നത് മുഖേന ശിർക്ക് സംഭവിക്കും എന്നുള്ള ദലീൽ സ്ഥാപിക്കണം അവന്റെ അടുക്കൽ. ഇതാ നീ ചെയ്യുന്ന പ്രവൃത്തി എന്തല്ല, ഇത് ശരീഅത്ത് അനുവദിക്കുന്നതല്ല, ഇത് മുഖേന ശിർക്ക് സംഭവിക്കും, അതിനുള്ള ദലീലുകൾ ഇന്നതാണ് എന്ന് സ്ഥാപിക്കപ്പെടണം അവന്റെ അടുക്കൽ. അതേപോലെ തന്നെ ശുബ്ഹ, അവന് ചില പല പല ശുബ്ഹത്തുകൾ ഉണ്ടാകാം, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാം.
പ്രത്യേകിച്ചും ഈ കാലത്ത് ശുബഹത്തിന്റെ ഫിത്തന ധാരാളം വ്യാപകമായിട്ടുണ്ട്. അതുകൊണ്ട് ആ ശുബഹത്തുകൾ എന്ത് ചെയ്യപ്പെടണം? ഇല്ലായ്മ ചെയ്യപ്പെടണം. എന്നാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രവർത്തിച്ച ആളുടെ മേൽ വിധി പറയാൻ പറ്റുള്ളൂ. അതും ആരാണ് ആ വിധി പറയേണ്ടത്? വൽ ഉലമാഉ ഹും മൻ യഹ്കുമു അലൽ ഫാഇലി അന്നഹു മുഅ്മിനുൻ ഔ കാഫിറുൻ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഹുക്മ് പറയേണ്ടവൻ നല്ല ആലിമായിരിക്കണം. പരിശുദ്ധ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഹുക്കുമുകൾ നിർദ്ധാരണം ചെയ്തെടുക്കാൻ സാധിക്കുന്ന കിബാറുകളായ ഉലമാക്കളായിരിക്കണം. അവരാണ് ഒരാൾ മുഅ്മിനാണോ കാഫിറാണോ എന്ന് ഹുക്കുമ് പറയാനുള്ള അധികാരം അവർക്കേ ഉള്ളൂ. അത് വളരെ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണെന്നർത്ഥം. നമ്മളിപ്പോൾ ഉലമാക്കൾ പോയിട്ട് തുല്ലാബുകൾ പോലും ആകാത്ത ആളുകൾ, വിദ്യാർത്ഥികളുടെ ഗുണങ്ങൾ തന്നെ ഉലമാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ എങ്ങനെയായിരിക്കും അതുപോലും ഇല്ലാത്ത ആൾക്കാരാണ് നമ്മൾ പല ആൾക്കാരും. വിദ്യാർത്ഥികളുടെ പാലിക്കേണ്ട മര്യാദകൾ പോലും നമുക്ക് ഇല്ല യഥാർത്ഥത്തിൽ. അങ്ങനെ വിദ്യാർത്ഥി പോലുമല്ല, ത്വലബുൽ ഇൽമി ഇറങ്ങുപോലും ചെയ്യാത്ത ആളുകൾ അവര് പലപ്പോഴും എന്ത് ചെയ്യുന്നു? പല ആളുകളെ കുറിച്ച് വ്യക്തിപരമായിട്ട് തന്നെ ഹുക്മ് പറയുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അത് വലിയ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഷാരിഹ് എന്ത് ചെയ്യുന്നത്? അതൊരു നിരീക്ഷണമായിട്ട് പ്രത്യേകം എന്ത് ചെയ്യാണ്? ഈ വിഷയം പഠിപ്പിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് സമർപ്പിച്ചാൽ ആ പ്രവൃത്തി എന്ത് തന്നെയാണ്? ശിർക്കാണ്, സംശയമൊന്നും വേണ്ട. പക്ഷെ അത് പ്രവർത്തിക്കുന്ന ആൾ അവൻ കാഫിറാണോ മുഅ്മിനാണോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യേണ്ടതുണ്ട്? ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. അത് നടത്തേണ്ടത് ആരാണ്? ഉലമാക്കളായിരിക്കണം എന്നുള്ളതാണ്. ഇനി ഇവിടെ സബബുകളെ കുറിച്ച് പറഞ്ഞല്ലോ. അതായത് അങ്ങനെ അള്ളാഹു ചില സബബുകൾ നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ സബബുകൾ മാത്രമാണ് എന്നുള്ള ബോധമുണ്ടാകേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ 3 വിഭാഗമുണ്ട് എന്ന് ശാരിഹ് പറയാണ്. ഖിസ്മുൻ യഅതഖിദു വയജഅലു മാ ജഅലഹു അല്ലാഹു സുബ്ഹാനഹു വതആല സബബ. ഒരു വിഭാഗം അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന സബബുകൾ, കാരണങ്ങളെ അത് കാരണങ്ങളായിക്കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. ഇത് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന കാരണമാണ്, ഇന്ന കാര്യം നടക്കാൻ ഇന്ന കാരണം ചെയ്താൽ മതി എന്ന് അള്ളാഹു തീരുമാനിച്ച കാരണമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അത് ശരിയായ വിശ്വാസമാണ്. അങ്ങനെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന കാരണങ്ങൾ 2 വിധമുണ്ടെന്നാ. ഒന്ന് ശർഈയായ ഖുർആനിനും സുന്നത്തിനും എല്ലാം പഠിപ്പിക്കപ്പെട്ട ചില കാരണങ്ങളുണ്ട്, ചില കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട്. അതേപോലെ ഹിസ്സിയായതുണ്ട്, അനുഭവങ്ങളിലൂടെ ഒരാൾക്ക് ബോധ്യപ്പെടുന്ന ചില കാരണങ്ങളുണ്ട്, ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്. അസ്ബാബും ശർഈയ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരാൾ ശർഈയായ റുഖിയ നടത്തുന്നു, ഒരാൾക്ക് രോഗം വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന ചില പ്രാർത്ഥനകളുണ്ട്, മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങൾ ഉരുവിടുന്നു. അതിലൂടെ എന്ത് ചെയ്യുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല മന്ത്രങ്ങളെ ഒരു സബബായിട്ട്, ശർഈയായ സബബായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അത് ചെയ്താൽ അത് മുഖേന എന്ത് ചെയ്യും? രോഗങ്ങൾ ശിഫയാകും. ധാരാളം ഹദീസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആ വിഷയത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ഫാത്തിഹ ഓതി പാരായണം ചെയ്ത് മന്ത്രിച്ച് അതിഗുരുതരമായ രോഗം വളരെ വേഗതയിൽ ശമിച്ച ചരിത്രം ഇമാം ബുഖാരിയും മറ്റുമെല്ലാം ഉദ്ധരിക്കുന്നുണ്ട്. ആ വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ തെളിവുകളുണ്ട്. അപ്പൊ അത് ശർഈയായ ഒരു സബബായിട്ട് അള്ളാഹു നിശ്ചയിച്ചതാണ്. അത് ശർഈയായ ഒരു സബബായിട്ട് തന്നെ എന്ത് ചെയ്യണം? മനസ്സിലാക്കുന്ന ഒരാൾ, അത് ശരിയായ വിശ്വാസമാണ്. എന്നാൽ അതുപോലെ തന്നെ അസ്ബാബുൻ ഹിസ്സിയുണ്ട്, ഭൗതികമായിട്ടുള്ള അനുഭവവേദ്യമായ ചില സബബുകളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ എന്താണ്? കദ്ദവായി ഫഖദ് ജഅലഹു അല്ലാഹു സബബൻ ലിശ്ശിഫ. ഒരാൾ മരുന്ന് കുടിക്കുന്നു, ചികിത്സിക്കാൻ ശർഅ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അനുമതി നൽകുന്നുണ്ട്. അതിന്റെ ഹുക്കം എന്താണ്? ചികിത്സ തേടുന്നതിന്റെ, അതിനെക്കുറിച്ച് ഉലമാക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ചികിത്സ തേടുന്നത് നല്ലതാണോ അതല്ലേ, വ്യത്യസ്തങ്ങളായ ചർച്ചകൾ അതിൽ നടക്കുന്നുണ്ട്. എന്നാലും അത് അനുവദനീയമാണെന്നുള്ളതിൽ എന്തില്ല? സംശയമൊന്നുമില്ല. നമുക്ക് ചികിത്സ നേടാം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശമനത്തിനൊരു സബബായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന കാര്യമാണ്. അത് എന്താണ്? ഹിസ്സിയായ ഒരു സബബാണ്. അപ്പൊ ഇങ്ങനെ ഹിസ്സിയായിട്ടുള്ള അല്ലെങ്കിൽ ശർഈയായ സബബുകളെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന അസ്ബാബുകൾ എന്ത് ചെയ്യുന്നു? അത് സബബുകളായിട്ട് തന്നെ മനസ്സിലാക്കുന്നു. അത് ശരിയായ വിശ്വാസമാണ്. രണ്ടാമതൊരു വിഭാഗം ഖിസ്മുൻ യഅതഖിദു വയജഅലു മാ ലം യജഅലുഹു അല്ലാഹു സുബ്ഹാനഹു വ തആല സബബ. അള്ളാഹു സബബായി നിശ്ചയിക്കാത്തതായ കാര്യങ്ങളെ സബബായിട്ട് എന്ത് ചെയ്യുന്നു? കാണുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് സബബായി നിശ്ചയിച്ച് കണ്ടുകൊണ്ട് ആ സബബിൽ ഏർപ്പെടുന്നു. ഇത് വഹാദ ശിർക്കുൻ അസ്ഗർ, ചെറിയ ശിർക്കാണ്. അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല? രോഗങ്ങൾക്ക് ശമനം നൽകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടില്ല? ഏർപ്പെടാത്തതായ ചില കാര്യങ്ങൾ. ഉദാഹരണം പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു?
ജിന്നുകളുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകൾ, അത് സബബായിട്ട് അള്ളാഹു നിശ്ചയിച്ച കാര്യമാണോ എന്ന് വെച്ചാൽ അല്ല, അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. രോഗം വന്നാൽ ഇന്ന ജിന്നിനെ വിളിക്കുക, അല്ലെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ചില കാര്യങ്ങളിലൂടെ നടത്തുന്ന ചില മന്ത്രങ്ങളുണ്ട്. ഇത് അള്ളാഹു സബബായിട്ട് നിശ്ചയിച്ചതാണോ? അല്ല. അള്ളാഹു റുഖിയ ശർഇയ്യ പഠിപ്പിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ചില സബബുകൾ അള്ളാഹു നിശ്ചയിച്ചതല്ല, അതിനെ സബബായിട്ട് സ്വീകരിക്കുന്നു. ഇത് ശിർക്കുൻ അസ്ഗറാണ്, ചെറിയ ശിർക്കാണ്. ആ ചെറിയ ശിർക്ക് എപ്പോഴും ഉണ്ടാകും, വലിയ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. അത് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, വലിയ ശിർക്കിലേക്ക് എത്തിച്ചേക്കാം ഒരു മനുഷ്യനെ. അതുകൊണ്ട് അത് ചെറിയ ശിർക്ക് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യും, ഗൗരവപ്പെട്ട ഇതായിട്ട് കാണും. അതുകൊണ്ട് വളരെയധികം ഗൗരവം പാലിക്കേണ്ട കാര്യമാണത്. ചെറിയ ശിർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നിസ്സാരമായിട്ട് ഗണിക്കാൻ പാടില്ല. ചെറിയ ശിർക്കാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്, എങ്കിലും അത് വളരെ ഗുരുതരമായ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിൻ്റെ മേൽ, നിങ്ങളുടെ മേൽ ഭയപ്പെടുന്ന കാര്യങ്ങൾ ഏറ്റവും അധികം ഞാൻ ഭയപ്പെടുന്ന എന്താണ്? ശിർക്കുൻ ഖഫി, ചെറിയ ശിർക്കാണ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അള്ളാഹു നിശ്ചയിക്കാത്തതായ സബബുകളായിട്ട് നമ്മൾ കാണുക, അത് പാടില്ല. മൂന്നാമത്തേത് ഖിസ്മുൻ യഅതഖിദു അന്ന സബബു മുഅസ്സിറുൻ ബിദാതിഹി വബിയദിഹി ജൽബുൽ മനാഫിഅ വദഫഉൽ മദാർ ഫഹാദാ ശിർക്കുൻ അക്ബർ. വളരെ ഗുരുതരമായ കാര്യമാണ്. അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ടാവും, നിശ്ചയിച്ച തന്നെ സബബുകളായിരിക്കാം. പക്ഷേ ഈ സബബുകളുടെ കാര്യത്തിൽ അവന്റെ വിശ്വാസം എന്താണ്? അന്ന സബബു മുഅസ്സിറുൻ ബിദാതി, ഈ സബബ് അവൻ സ്വയം തന്നെ സ്വാധീനമുണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ചികിത്സ നേടൽ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന സബബാണെന്ന് പറഞ്ഞു, ഷിഫായിന് വേണ്ടിയിട്ട് ചികിത്സ നേടാം. എന്നാൽ ഈ ചികിത്സ നേടുമ്പോൾ ആ പറയുന്ന സബബ്, ഈ മരുന്ന്, അത് സ്വയം അതിനെന്തുണ്ട്, രോഗത്തിന് ശിഫ നൽകാനുള്ള തഅ്സീർ അതിനുണ്ട്, അത് തന്നെ മുഅസ്സിറാണ്, രോഗം മാറ്റുന്നതാണ് എന്നാണ് ഒരാൾ വിശ്വസിക്കുന്നത്. വബിയദിഹി ജൽബുൽ മനാഫിഅ വദഫഉൽ മദാർ, അത് മുഖേനയാണ് നന്മ വരുന്നതും അതേപോലെ തന്നെ ശർറ് തടുക്കപ്പെടുന്നതും എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അത് വലിയ ശിർക്കാണ്. അപ്പോൾ അത് എന്തായിട്ട് മനസ്സിലാക്കാവൂ, കേവലം ഒരു സബബ് മാത്രമാണ്, അള്ളാഹു നിശ്ചയിച്ചൊരു സബബ് മാത്രമാണത്, അതിന് സ്വയമായിട്ടൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുക. ഇത് ഏതിൻ്റെ കാര്യത്തിലാണ്? അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന സബബുകളുടെ കാര്യത്തിലാണ്, അതല്ലാത്ത സബബുകൾ തേടിപ്പോടുന്ന കാര്യത്തിലല്ല. അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നതായ സബബുകളെ തന്നെ ബന്ധപ്പെടുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൃദയം എന്ത് ചെയ്യാൻ പാടില്ല, അതുമായിട്ട് കണക്റ്റ് ആക്കാൻ പാടില്ല. ഹൃദയം എപ്പോഴും അള്ളാഹുമായിട്ടായിരിക്കണം ബന്ധപ്പെടുത്തേണ്ടത്. ഇനി ഈ ഓരോ എന്ത് ചെയ്യാണ്, ഇബാദാത്തുകളുടെ ഇനങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ തെളിവുകൾ പറയാണ്. ശേഷം പറഞ്ഞ ഖൗഫ്, റജ പോലുള്ളതായ ഓരോ ഇബാദാത്തുകൾ, ആ ഇബാദാത്തുകളുടെ തെളിവുകളാണ് ഈ പറയുന്നത്. സമയമായോ? ബാങ്കുളിച്ചോ? ബാങ്കുളിച്ചു. 5 മിനിറ്റ് പറഞ്ഞ പറഞ്ഞേ. അത് നമുക്ക് ഖൗഫ് കൂടിയിട്ട് എന്ത് ചെയ്യാം, പറയാം. രണ്ടാമത്തെ ഇനം അൽ ഖൗഫു, ഇബാദാത്തുകളുടെ ഇനത്തിൽ രണ്ടാമത്തെ അൽ ഖൗഫ്, ഖൗഫാണ്, ഭയമാണ്. ഭയം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ ശാരിഹ് വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? ഭയം എന്ന് പറഞ്ഞാൽ വഹു ഇൻഫിആലുൻ, അതൊരു വികാരമാണ്, മനസ്സിലുണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണെന്ത് ഭയം എന്ന് പറയുന്നത്. യഹ്സുലു, ഈ വികാരം എങ്ങനെയാണ് ഉണ്ടാവുക, ഈ ഒരു ഫീലിംഗ് എപ്പോഴാണ് ഒരു മനുഷ്യന് സാധിക്കുക, അവനിൽ ഉണ്ടാവുക? ബിതവഖുഇ മാ ഫീഹി ഹലാകുൻ ഔ ദററുൻ ഔ അദാ, ഒരു കാര്യത്തെ പ്രതീക്ഷിക്കൽ കൊണ്ടാണ്. ഇന്നത് സംഭവിക്കും എന്നവൻ പ്രതീക്ഷിക്കുന്നു, അത് മുഖേന മരണമോ അപകടമോ ഉപദ്രവമോ ഉണ്ടായേക്കാം എന്ന് പ്രതീക്ഷിക്കും. അങ്ങനെ ഉപദ്രവമോ മരണമോ പ്രയാസങ്ങളോ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു കാര്യം അത് സംഭവിക്കും എന്നുള്ളതായ ഒരു പ്രതീക്ഷ മനസ്സിലുണ്ടാകുമ്പോഴാണ് എന്തുണ്ടാവുക, ഈ ഫീലിംഗ് ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാകുന്ന ഫീലിങ്ങിനാണ് എന്ത് പറയുക, ഖൗഫ് എന്ന് പറയുക. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിനെയാണ് ആ രീതിയിൽ ഭയപ്പെടേണ്ടത്. പരിശുദ്ധ ഖുർആനിൽ ഇതിന് ദലീൽ പറയുന്നത് ഇബാദത്താണ് എന്നുള്ളതിനുള്ള തെളിവ് എന്താണ്? അള്ളാഹ് പറയുന്നു, ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ അവരെ പേടിക്കേണ്ടതില്ല, വഖാഫൂനി, നിങ്ങൾ എന്നെയാണ് പേടിക്കേണ്ടത്, ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ എന്നെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം,
പേടിക്കണം. ഇപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അള്ളാഹുവിന്റെ കൽപ്പന ഒരു കാര്യത്തിലുണ്ടെങ്കിൽ അതെന്താണ്? ഇബാദത്താണ്. എന്നെ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ? ഭയപ്പെടാവൂ എന്ന് പറയാണ്. അവരെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. പിശാചിനെയും അവന്റെ സൈന്യത്തെയും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല? ഭയപ്പെടേണ്ടതില്ല. ഇവിടെ ഷാരിഹ് ഹഫിളഹുല്ലാ ഈ ഭയത്തെ 3 ഇനമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഷിർക്കാകുന്ന ഭയം ഏതാണ്? ഷിർക്കിന്റെ ഒരു ഇനം ഖൗഫു ഇബാദത്തിൻ വ തഅദീമിൻ വ സിർരി, ഇബാദത്താകുന്നതായ ഭയമാണ്. അതേപോലെ ഒരു ബഹുമാനം നിറഞ്ഞതായ ഒരു രഹസ്യമായ രീതിയിലുള്ള ഭയം. നിങ്ങൾക്കത് കാണാൻ സാധിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ജാറങ്ങളിൽ പോയി നേർച്ചകൾ അർപ്പിക്കുന്ന ആളുകളുടെ പെരുമാറ്റം കണ്ട ഈ പറയപ്പെടുന്ന പലതിനും യഥാർത്ഥത്തിലുള്ള ശരിയായ പെട്ടെന്ന് മനസ്സിലാകുന്ന ഉദാഹരണമാണ്. ഇപ്പോൾ ഈ പറയുന്ന പേടിയാണെങ്കിലും അതേപോലെ തന്നെ പ്രതീക്ഷയാണെങ്കിൽ ശേഷം അത് പ്രതീക്ഷയാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് ജാറങ്ങളുമായി ബന്ധപ്പെട്ട് ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകൾ കാണാൻ സാധിക്കും. അവരതിനെ എങ്ങനെയാണ് സമീപിക്കുന്നത്? ഒരു ഖൗഫ് താദീം നിറഞ്ഞ, ബഹുമാനം നിറഞ്ഞ ഒരു പേടി എന്നുണ്ടാവും അവരുടെ ഹൃദയത്തിലുണ്ടാവും. എത്രത്തോളം എന്നാൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവർക്കില്ലാത്തതായ ചേഷ്ടകൾ, അവരുടെ ശരീരത്തിൻ്റെ പ്രകടനങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ, സാധാരണ ഇപ്പോൾ നമ്മൾ പള്ളിയിൽ നമസ്കരിക്കാൻ കയറി നമസ്കരിച്ച് തിരിഞ്ഞടക്കും. പക്ഷെ മക്കബറയിൽ പോകുന്ന ആളുകൾ അങ്ങോട്ട് ഇങ്ങനെ നേരെ കയറി ചെല്ലും. തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണ് വരണേ? പല സ്ഥലങ്ങളും കാണാം. അവർ ബാക്കിലേക്ക് നടന്നു വരും, പിന്നിട്ട് പോരൂല. കാരണം പിന്നിട്ട് പോന്നാൽ എന്താണ്? ഒരു ഭയമാണ്. കിടക്കുന്ന ഷേഖനോടുള്ള അതുപകേടാണ്, ഒരു ഭയമാണ്. ഞാൻ പിന്നിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാവും, അതിനെ ആദരിച്ചില്ല എങ്കിൽ അപകടം ഉണ്ടാവും എന്ന് കരുതുന്നു. ഈ പറയുന്ന ഒരു സിറായ രഹസ്യമായ ഒരു ഭയമാണത്. അതേപോലെ തന്നെ ആ പ്രതീക്ഷയും. അവിടെ പോയി നിൽക്കുന്ന നിൽപ്പ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും എത്രത്തോളം ഇവരെന്ത് ചെയ്യുന്നു? താഴ്മയും വിനയവും ബഹുമാനവും അർപ്പിക്കുന്നു എന്ന്. എവിടെയാണോ സ്നേഹവും താഴ്മയും ഒരുമിച്ച് വരുന്നത്, വിനയപ്രകടനവും സ്നേഹവും എവിടെ ഒരുമിച്ച് വരുന്നു അവിടെ നിന്നുണ്ടാവും ഇബാദത്തുണ്ടാവും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഇബാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 റുക്നുകളായിട്ട് പഠിപ്പിക്കുന്നതാണ് തഅദീമും, ബഹുമാനവും സ്നേഹവും, അതേപോലെ തന്നെ ഈ പറയുന്ന വിനയപ്രകടനവും. ഇതെവിടെയുണ്ടോ അതവിടെ അവിടെ നിന്നുണ്ടാവും ഇബാദത്തുണ്ടാവും. അപ്പൊ ഇത് വേണം. ഈ പറയുന്ന ബഹുമാനത്തോടെ രഹസ്യമായിട്ടുള്ളതായ, നമ്മുടെ നാട്ടിൽ സാധാരണ അബൗദികമായ രീതിയിലുള്ള ഒരു ഭയം എന്ന് പറയൂലേ, അത് തന്നെ. അതെന്ത് ചെയ്യുന്നു? വഹുവൽ ഖൗഫ്, വഹുവ ഈ പറയുന്ന സ്നേഹം, വഹുവ ഖൗഫുൽ ആബിദ് മിനൽ മഅബൂദ്, ഇത് ഇബാദത്ത് ചെയ്യുന്നവൻ മഅബൂദിനെ അർപ്പിക്കേണ്ട ഖൗഫാണ് യഥാർത്ഥത്തിൽ. വഫീഹി, അതിലുണ്ടാകും അത്തദല്ലുൽ വൽ ഖുദൂ, ഒരു അങ്ങേയറ്റത്തെ എന്തുണ്ടാവും? ഒരു താഴ്മയും വിനയവും കാണിക്കലും അതിലുണ്ടാവും ആരാധ്യനോട്. വഹാദൻ നൗഉ വാജിബുൻ ലില്ലാഹ്, ഇത് അള്ളാഹ്ക്ക് മാത്രം അർഹതപ്പെട്ടതായ ഭയമാണ്. വസർഫുഹു ലിഗൈരില്ലാഹി ശിർക്കുൻ അക്ബർ, ഇത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്താൽ എന്തായി മാറി? ശിർക്കുൻ അക്ബർ ആകും. ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തേത് അൽ ഖൗഫു തബീഇ, തബീഇയായ ഭയമാണ്. അതായത് പ്രകൃതിപരമായിട്ട് ഓരോ മനുഷ്യനും ആർക്കും തടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു ഭയമാണ്. അതേതാണ്? കഅൻ യഖാഫൽ ഇൻസാനു അന്നാർ, തീ കാണുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും? ഒരു ഭയം ഉണ്ടാവും. തീയിലേക്ക് എടുത്തെറിയപ്പെടുമ്പോൾ അല്ലെങ്കിൽ മേത്ത് ഒന്ന് സ്പർശിച്ചാൽ ഉണ്ടാകുന്ന ഭയം ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ വൽ അദുവ, ശത്രു ആയുധം എന്തി കൊണ്ടുവരികയാണ്, അപ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു ഭയം ഉണ്ടാവും. വിശ്വാസം പറഞ്ഞല്ലോ, എന്താണ് രക്തസാക്ഷികളുടെ മഹത്വം പറയുന്നിടത്ത് അവന് എന്താണ് പാപങ്ങൾ മുഴുവൻ ഉടനെ പൊറുക്കപ്പെടും. അതായത് ശത്രുവിന്റെ വാളിന്റെ ആ തിളക്കം കൺമുന്നിൽ വരുന്നത് തന്നെ മതി അവന്റെ പാപങ്ങൾ എന്ത് ചെയ്യാൻ? ഉറക്കപ്പെടാൻ. അതൊരു വല്ലാത്ത ഭയം ഉണ്ടാകുന്ന സാഹചര്യം തന്നെയാണ്. അപ്പൊ അതിൽ ക്ഷമയോടെ നിൽക്കുക എന്നുള്ളത് എന്താണ്? വലിയ ഇബാദത്താണ്. അതുകൊണ്ട് അവന്റെ പാപങ്ങൾ ആദ്യ രക്തം വീഴുമ്പോൾ തന്നെ എന്താവും? പാപങ്ങൾ പൊറുക്കപ്പെടും. അപ്പൊ അതൊരു ഭയമുള്ള, സ്വാഭാവികമായിട്ടുള്ള ഭയമാണത്. അതുപോലെ വൽ ഹയവാൻ അൽ മുഫ്തരിസ്, വന്യമൃഗങ്ങളെ പേടിക്കുക. ഇത് സ്വാഭാവികമായിട്ട് ജിബില്ലിയായ പ്രകൃതിപരമായിട്ടുള്ള ഭയമാണ്. അത് അനുവദനീയമായ ഭയമാണ്. അങ്ങനെ ഒരാൾ ഒരു മൃഗത്തെ അല്ലെങ്കിൽ പാമ്പിനെ കണ്ടപ്പോൾ പേടിച്ച ശിർക്ക് എന്നല്ല അതിൻ്റെ അർത്ഥം, അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. മൂന്നാമത്തേത് അൽ ഖൗഫുൽ മുഹറം, നിഷിദ്ധമാക്കപ്പെട്ട ഖൗഫാണ്, ഭയമാണ്. അതേതാണ്? കൽ ഖുനൂതി മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശപ്പെടുക, നിരാശാബോധം ഉണ്ടാക്കുന്ന ഭയം. ഔ താഅത്തിൽ മഖ്ലൂഖി ഫി മഅസിയത്തിൽ ഖാലിഖ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഒരു
സൃഷ്ടിയെ ഇവൻ അനുസരിക്കുന്നു. ആർക്കെതിരിൽ? അള്ളാഹുവിനെതിരിൽ. ആ സൃഷ്ടിയെ പേടിച്ചിട്ട്, ഒരു സൃഷ്ടിയെ പേടിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അള്ളാഹു നിരോധിച്ച കാര്യം ഇവൻ ചെയ്യുന്നു. അത് നിഷിദ്ധമായ ഭയമാണ്. അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല. ആ ഒരു ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു കൽപ്പിച്ച ഒരു കൽപ്പനയെ ഒഴിവാക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ അള്ളാഹു നിരോധിച്ച ഒരു കാര്യം ചെയ്യുന്ന അവസ്ഥ എന്തുണ്ടാകാൻ പാടില്ല, ഒരു ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു ഭയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഭയം എന്താണ്? ഒരു ഭയം ഒരാൾക്കുണ്ട്, ഒരാളെ പേടിയാണ്. ആ പേടി അവനെ ഒരു നിഷിദ്ധം ചെയ്യുന്നതിലേക്ക് നയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പുണ്യകർമ്മം ഉപേക്ഷിക്കുന്നതിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ അത് ഹറാമായ ഭയമാണ്. ഭയത്തെക്കുറിച്ചാണോ പറഞ്ഞത്? നേരെ മറിച്ച് എന്താണ്, ഇൽത്തിറാറിന്റെ ഘട്ടമുണ്ട്. ആ സമയത്ത് ഈ പറയുന്ന ഭയം ചിലപ്പോൾ എന്താവും, അനുവദനീയവും. അതായത് ഒരാൾ ശത്രു വാള് എടുത്തിട്ട് കഴുത്തിൽ വെച്ചിട്ട് പറയണത് നീ ഇന്നത് പറയണം, ഇന്ന തിന്മ ചെയ്യണം, മദ്യപിക്കണം, നിർബന്ധിക്കുകയാണ്. അങ്ങനെ സാഹചര്യമാണെങ്കിൽ അത് കേവലം ഭയമല്ല, പിന്നെന്തായി, അത് ഇൽത്തിറാറിന്റെ ഘട്ടമാണ്. അതായത് അവന്റെ ജീവൻ നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ്. ആ അവസ്ഥയിൽ അവനക്ക് വേണ്ടി എന്ത് ചെയ്യാം, ഈ ഭയം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് അവൻ എന്തല്ല, നിഷിദ്ധമാക്കപ്പെടുന്നതല്ല. അവന്റെ ഹൃദയത്തിൽ ഈമാൻ ശക്തമാണ് എങ്കിൽ എന്താണ്, അത് അനുവദനീയം. പക്ഷേ ഈ പറഞ്ഞ ഇൽത്തിറാറിന്റെ ഘട്ടം എന്ന് പറഞ്ഞാൽ കേവലം ഭയമല്ല, പിന്നെന്താണ്, ജീവൻ നഷ്ടപ്പെടും എന്നുള്ളതായ ഭയമാണ്. അതല്ലെങ്കിൽ അവൻ ആയുധമായിട്ട് വരുന്നുണ്ട്, അവനെ എനിക്ക് തടുക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്, അവനെ തടുക്കാൻ എനിക്ക് സാധിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെയാണ് പിന്നെ അതെന്തല്ല, ഇൽത്തിറാറിന്റെ അവസ്ഥയല്ല. അല്ലെങ്കിൽ അവനെ തൊട്ട് രക്ഷപ്പെടാനുള്ള ഏതെങ്കിലും മാർഗങ്ങൾ എൻ്റെ മുന്നിലുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് ഇൽത്തിറാറല്ല, അത് കേവലം ഭയമായിരിക്കും. അപ്പോൾ കേവലം ഭയത്തിന്റെ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല, നിഷിദ്ധങ്ങൾ ചെയ്യാൻ പാടില്ല. ഇതാണ് ഭയത്തിന്റെ 3 ഇനം. വിശേഷം മുതലുള്ള ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ സംസാരിക്കും. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. മരിക്കുമ്പോൾ അള്ളാഹുവിന്റെ തൃപ്തിയിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.